സംസ്ഥാന അവാർഡ് 2024 ഒക്ടോബർ 31 പ്രഖ്യാപിക്കുമെന്നാണ് 99% സ്ട്രോങ് ആയിട്ടുള്ള റൂമേഴ്സ്. എന്തായാലും ഈ മാസം അവസാനം അല്ലെങ്കിൽ അടുത്ത മാസം ഉറപ്പാണ്. 31-ാം തീയതി ഏകദേശം ഉറപ്പിക്കാം. അങ്ങനാണെങ്കിൽ നമ്മൾ ഇനി വളരെ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. കൊടുമൺ പോറ്റി മമ്മൂട്ടി ബ്രഹ്മയുഗത്തിലെ ക്യാരക്ടർ, മികച്ച നടൻ, മികച്ച നടിയും, മികച്ച ചിത്രവും, മികച്ച സംവിധാനം ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ പലരും ഉറ്റുനോക്കുന്നത് പല കാറ്റഗറിയിലായിരിക്കും. കൂടുതൽ പേരും എപ്പോഴും നോക്കുന്നത് മികച്ച നടൻ എന്നുള്ള രീതിയിലായിരിക്കും. ഇവട്ടം കടുത്ത മത്സരമാണ്. കിഷ്കിന്ധാകാന്ഡം ആഭ്യന്തര കുറ്റവാളി എന്ന ചിത്രത്തിൽ നമ്മുടെ ആസിഫ് അലി ഉണ്ട്, വിജയരാഘവനുണ്ട്. കിഷ്കിന്ധാകാന്ഡം എന്ന് പറഞ്ഞ ചിത്രത്തിൽ എനിക്ക് വിജയരാഘവനാണ് ഇച്ചിരി കൂടെ മേൽക്കോയ്മ തോന്നിയത് കിഷ്കിന്ധാകാന്ഡം. കാരണം വിജയരാഘവന്റെ ക്യാരക്ടർ കുറച്ചുകൂടെ നന്നായിട്ട് ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് ഫീൽ ചെയ്തു. ഒരു ഗംഭീര ചിത്രമാണെങ്കിൽ ആസിഫ് അലി അസാധാരണമായിട്ട് ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ആഭ്യന്തര കുറ്റവാളിയിൽ അദ്ദേഹത്തിന്റെ രീതിയിൽ മികച്ചതാക്കി. അതിഗംഭീരമായെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിഗംഭീരമായിട്ട് എനിക്ക് തോന്നിയത് നമ്മുടെ വിജയരാഘവന്റെ ക്യാരക്ടറാണ്. വിജയരാഘവൻ കുറച്ചുകൂടെ ആ ക്യാരക്ടറിനെ ഗംഭീരമാക്കിയിട്ടുണ്ട്. പിന്നെ ഏറമിനകത്തെ നമ്മുടെ ടോവിനോയുടെ മണിയൻ എന്ന് പറയുന്ന ക്യാരക്ടർ ഗംഭീരമാണ്. മലൈക്കോട്ടെ വാലുവിനകത്ത് ചിത്രം പരിചയമാണെങ്കിൽ അത് നോക്കേണ്ട ആവശ്യമില്ല. മോഹൻലാലിന്റെ ക്യാരക്ടർ ഗംഭീരമാണ്. പിന്നെ ആവേശത്തിനകത്ത് നമ്മുടെ ഫഹദ് ഫാസിലും ഒക്കെ കിടിക്കിയിട്ടുണ്ട്. എന്തായാലും അതിൻ്റെയൊക്കെ തട്ട് താണിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ബ്രഹ്മയുഗത്തിലെ കൊടുമൺ പോറ്റി മമ്മൂട്ടിയുടെ നമ്പർ 1 ക്യാരക്ടറിൽ ഒന്നാണ്. എടുത്തു പറയുന്ന മമ്മൂട്ടി സിനിമകളിലെ ഗംഭീരമായ കഥാപാത്രങ്ങളിൽ ഒന്നാണ്. കാരണം അമരത്തിനകത്ത് അച്ചുകുട്ടിയാണെങ്കിലും, സൂര്യമാനസനകത്തെ പുട്ടുറുമീസ് ആണെങ്കിലും, വടക്കം വിരാതയ്ക്കകത്ത് ചന്തു ആണെങ്കിലും, ന്യൂഡൽഹിയിലെ GK ആണെങ്കിലും ഒക്കെ, കാഴ്ചയിലെ മാധവനൊക്കെ ആണെങ്കിൽ പോലും അതുപോലെ നമുക്കൊരു വ്യത്യസ്തമാർന്ന മമ്മൂട്ടിയുടെ അഭിനയത്തിലെ ഒരു വ്യത്യസ്തമാർന്ന ഒരു കഥാപാത്രമാണ് കൊടുമൺ പോറ്റി. അദ്ദേഹത്തിന് കൊടുക്കുവോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് കണ്ടറിയാം. എന്തായാലും വെയിറ്റിംഗ് ആണ്. നിങ്ങളുടെ കമൻസ് ഉറപ്പായിട്ടും പറയാം. എന്തായാലും വളരെ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ അവാർഡ് പ്രഖ്യാപിക്കും. മികച്ച നടൻ ആര്?